നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പുതിയ കുവൈറ്റ് പ്രധാനമന്ത്രിയെ നിയമിച്ചുകൊണ്ട് അമീരി ഉത്തരവ് വന്നിരിക്കുകയാണ്. രാജ്യത്തിന്റെ ഭരണാധികാരിയായി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫ് അസ്വാബാഹിനെ നിയമിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുകയാണ്. കിരീടാവകാശി ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് അസ്വാബാഹാണ് അമീർ നൽകിയ പ്രത്യേക ഭരണഘടനാ അധികാരപ്രകാരം പുതിയ പ്രധാനമന്ത്രിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കിയത്. നിലവിലെ കാവൽ മന്ത്രിസഭയിൽ ഒന്നാം ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് ഷെയ്ഖ് അഹമ്മദ് നവാഫ്. മുൻ അമീർ ഷെയ്ഖ് സബാഹ് അൽ സാലിം അസ്വാബാഹിന്റെ പുത്രനാണ് ഷെയ്ഖ് മുഹമ്മദ് സബാഹ് സാലിം. 2003 മുതൽ 2011 വരെ കുവൈത്തിന്റെ ഒന്നാം ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായിരുന്ന ഇദ്ദേഹം 10 വർഷത്തോളം അമേരിക്കയിലെ കുവൈത്തിന്റെ അംബാസിഡറായും പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അമീരി ഉത്തരവ് വന്നതിനാൽ പെട്ടെന്ന് തന്നെ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കും എന്നാണ് സൂചന. മറ്റു മന്ത്രിമാരെ പ്രധാനമന്ത്രിയാണ് നാമനിർദ്ദേശം ചെയ്യുക. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുൻപ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതുണ്ട്. അമീരി ഉത്തരവ് ദേശീയ അസംബ്ലിയിൽ റിപ്പോർട്ട് ചെയ്ത ശേഷം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. പുതിയ മന്ത്രിസഭയെ നാമനിർദ്ദേശം ചെയ്യുന്നതിനുള്ള അധികാരവും അമീരി ഉത്തരവ് പ്രകാരം പുതിയ പ്രധാനമന്ത്രിക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ മന്ത്രിസഭ താമസിക്കാതെ തന്നെ അധികാരമേൽക്കുമെന്നാണ് സൂചന. 26 എംപിമാർ കുറ്റവിചാരണയ്ക്ക് നോട്ടീസ് നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏപ്രിലാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ അഹമ്മദ് അസാബാഹ് രാജിവെച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കാവൽ മന്ത്രിസഭയാണ് 3 മാസമായി രാജ്യത്തെ ഭരണകാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. എന്തായാലും പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതായിരിക്കും പുതിയ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ ഏറ്റവും വലിയ ദൗത്യം. പുതിയ പാർലമെന്റ് അംഗങ്ങളെ കണ്ടെത്തുന്നതിനായി പൊതു തിരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ കഴിഞ്ഞ മാസം അമീർ ആഹ്വാനം ചെയ്തിരുന്നു. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് മുൻപായി പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കേണ്ടതിനാൽ താമസിയാതെ ഇവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.